നമുക്കറിയാം നമ്മുടെ ഫോണിൽ എത്ര തന്നെ മെമ്മറി ബാക്കി അവശേഷിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ഗെയിമും ആപ്ലിക്കേഷനും ഒക്കെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിനെ തന്നെ ബാധിക്കും. കാരണം ഇത്തരം ആപ്ലിക്കേഷൻ നമ്മുടെ പ്രോസസ്സറും റാമും ഒക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഗെയിമുകളും ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഫോണിൽ സൂക്ഷിക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഇത്തരം ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇൻ്റർനെറ്റും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ഒന്നും പോകാതെ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം, അതായത് അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഏതാണ് ആപ്ലിക്കേഷൻ, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ML മാനേജർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ML മാനേജർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ലഭിച്ചില്ലെങ്കിൽ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ബാറിൽ APK എക്സ്ട്രാക്ടർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ്. ഇതിൽ റേറ്റിങ്ങും കാര്യങ്ങളും നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. എല്ലാ ആപ്ലിക്കേഷൻ്റെയും ധർമ്മം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പെർമിഷൻ ചോദിക്കും. അലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇതിനകത്ത് കാണാം. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്നാൽ ഇപ്പം നമുക്ക് ഉപയോഗിക്കാത്ത ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ കിടക്കുന്നുണ്ടാവും, അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ അത്തരം ആപ്ലിക്കേഷൻ ഇതിൽ നിന്ന് എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫയൽ മാനേജറിനകത്ത് ഇത് APK ഫയലായിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഏതൊരു ആവശ്യഘട്ടത്തിലും അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്താലും വേണ്ടുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. നമുക്ക് നമ്മുടെ ഫോണിൽ ഇതിപ്പോൾ എൻ്റെ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷനും കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, എല്ലാം ഓഫാക്കിയിട്ടാണ് ഉള്ളത്. ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് 360 ഫോട്ടോ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ അതെൻ്റെ ഫയൽ മാനേജറിനകത്ത് സേവ് ആയിട്ടുണ്ട്. ഇനി ഈ ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് കളയാൻ സാധിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയാണ്. ഓക്കെ, അത് ഫോണിൽ നിന്ന് കളഞ്ഞു. എനിക്ക് ഈ ആപ്ലിക്കേഷൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എൻ്റെ ഫോണിലെ ഫയൽ മാനേജർ ഞാനൊന്ന് ഓപ്പൺ ചെയ്യും. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും, അതിനകത്ത് മീഡിയ എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം com. എന്ന് തുടങ്ങുന്നൊരു ഫോൾഡർ കാണാം. അവസാനം ML മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ, അത് എക്സ്ട്രാക്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇതിനകത്ത് കിടക്കുന്നത്, ആ ആപ്ലിക്കേഷൻ ഇതിനകത്ത് ഉണ്ടാവും. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പെർമിഷൻ കൊടുക്കണം കേട്ടോ. അതായത് അൺനോൺ സോഴ്സ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആ പെർമിഷൻ കൊടുക്കണം. അത് ഞാൻ പ്രത്യേകമായിട്ട് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് അല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ML മാനേജറിനകത്ത് നിന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇവിടെ മുകളിലൊരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്ന സമയത്ത് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും ML മാനേജറിന് പെർമിഷൻ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഫോണിൽ അത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നെറ്റും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതുപോലെ നമ്മുടെ ഇപ്പോൾ ഈ ഫോണിലൊക്കെ കണ്ടല്ലേ, അനാവശ്യമായിട്ട് ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻ കിടക്കുന്നുണ്ട്. ഇതിൽ പലതും ഞാൻ മാസത്തിലും വർഷത്തിലുമൊക്കെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ തേടി പോകാതെ നമ്മുടെ ഫോണിൽ തന്നെ സേവ് ചെയ്ത് വെക്കേണ്ട നല്ലൊരു ഓപ്ഷനാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ ഫാറ്റാടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.